ഹലോ, നമുക്കൊരു കല്യാണത്തിന് പോയാലോ? കല്യാണത്തിന് പോയിട്ട് സദ്യ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ സദ്യ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ലെങ്കിലും കൊല്ലം സദ്യയല്ലേ, അത്രയെങ്കിലും ഉണ്ടല്ലോ കാണാൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൗണ്ടായ ചോറും പരിപ്പും വന്നു, പപ്പടവും നെയ്യും ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത റൗണ്ട് ചോറും സാമ്പാറും. മറ്റേ തീരുമ്പം പണി വരുന്ന കണക്ക് തീരുന്നതിന് മുമ്പ് ഫുഡ് വരിക. അതാണ് നമ്മുടെ കൊല്ലംകാരുടെ പ്രത്യേകത. കൊല്ലം തിരുവനന്തപുരം സദ്യ ഏകദേശം ഇതൊക്കെ തന്നെ, ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ നമ്മൾ 3 കൂട്ടം പായസം, ബോളി ഉണ്ടായിരുന്നു, പിന്നെ ചോറുണ്ട്. പക്ഷെ എൻ്റെ ഈ ബോളിയോടുകൂടി എൻ്റെ ഫുഡ് അവിടെ തീരും, അല്ലെങ്കിൽ 2 പായസത്തോടുകൂടി എൻ്റെ ഫുഡ് അവിടെ തീരും. എനിക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ കല്യാണമൊക്കെ കണ്ട് നമ്മൾ ചിന്നക്കടയിൽ വന്നു. ഒരു ചെറിയ ഷോപ്പിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പുതിയ കടയാണ് അറ്റ്ലസ്, നമ്മൾ ചിന്നക്കട ക്ലോക്ക് ടവറിൻ്റെ അടുത്ത്. അത്യാവശ്യം കളക്ഷനുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. നമ്മൾ എന്താ വാങ്ങാൻ ഉദ്ദേശിച്ചത് അത് മാത്രം വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. പിന്നെ മിറർ കണ്ട ഒരു സെൽഫി അത്യാവശ്യമാണല്ലോ. പിന്നെ അമ്മയും കൂടെ കൂട്ടി ഒരു സെൽഫിയൊക്കെ എടുത്ത് ബില്ലൊക്കെ അടിച്ച് ഒരു 3/4 മണിക്കൂർ അത്രേ എടുത്തുള്ളൂ. പിന്നെ അമ്മേനേത്തിയും അവർക്കും ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അത് കഴിഞ്ഞ് വന്ന് ഞാൻ സ്കൂട്ടിയിലും അവർ ബസ്സിലും അങ്ങ് തിരിച്ചു പോയി.